ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സുകളാണ്. അപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലാസിൻ്റെയൊക്കെ പ്രിൻ്റ് കളഞ്ഞെടുക്കാം നമുക്ക്. അതിനായിട്ടാണ് ഞാൻ ആദ്യം വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് നമുക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഗ്ലാസിൻ്റെയൊക്കെ പ്രിൻ്റ് പോയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വെള്ളമൊക്കെ വരുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കുന്നതിന് ചായ കൊടുക്കുന്നതിനൊക്കെ നമുക്ക് ഈ പ്രിൻ്റ് ഉണ്ടെങ്കിൽ അതൊരു എന്തോന്നാണ്. അപ്പം കടയിലെ പരസ്യമൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ തുണിക്കടയിൽ നിന്നും സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേനും അതിനകത്ത് പരസ്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഇതേപോലെ ഈ വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കുക. ഇപ്പോൾ വെള്ളം തിളച്ച് ഇപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ആ പ്രിൻ്റുള്ള ഭാഗം ആ ഗ്ലാസ് ഒന്ന് മുക്കി വയ്ക്കുക. അപ്പോൾ ഇതേപോലെ രാവിലെ മുക്കി വെച്ചിട്ട് വൈകിട്ടാകുമ്പോഴത്തേനും എല്ലാം പോയിരിക്കും. നമുക്കൊന്ന് വെറുതെ ഒന്ന് സ്ക്രബ്ബർ വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനൊരു 2 മണിക്കൂറിന് ശേഷം എന്താണ്ട് എടുത്ത് നോക്കുകയാണേ. അപ്പോൾ കുറച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇനി നമുക്കൊന്നുകൂടെ മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വെള്ളം കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഗ്ലാസ് പിറക്കി മാറ്റി വയ്ക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ആ വെള്ളത്തിനകത്തോട്ട് തന്നെ നമ്മൾ കളയുന്ന പേസ്റ്റിൻ്റെ കവറ്, അപ്പോൾ അതിനകത്ത് തന്നെ പേസ്റ്റൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ബ്രഷ് ചെയ്യാൻ നേരം അതിനകത്ത് നിന്ന് എടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ മാറ്റി വെച്ചാൽ നമുക്ക് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ നല്ല ചൂടായി കിടക്കുന്ന വെള്ളത്തിനകത്തോട്ട് ഇത് കഷ്ണിച്ചിട്ട് ഇതുപോലെ കത്രി വെച്ച് കഷ്ണിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് ആ ചൂട് വെള്ളത്തിൽ അതെല്ലാം ഇറങ്ങി ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും അത് മൊത്തം അതിനകത്ത് ഇറങ്ങി നല്ല ഒരു സൊല്യൂഷനായിട്ട് തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും. കാരണം ബേക്കിംഗ് പൗഡറൊക്കെ അറിയാമല്ലോ, നല്ല ക്ലീനിങ് സൊല്യൂഷന് പറ്റിയൊരു പൗഡറാണ്. അതേപോലെ തന്നെ വിനാഗിരി. അപ്പോൾ പ്രത്യേകിച്ച് പേസ്റ്റും കൂടെ ആകുമ്പോൾ ഇതിനകത്ത് സോപ്പോ ഒന്നും തന്നെ ചേർക്കാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. വാഷ് ബേസിനാകട്ടെ, ബാത്റൂമിൻ്റെ ക്ലോസറ്റ്, അപ്പം അതൊന്നും നമുക്ക് പ്രത്യേകിച്ച് തേച്ച് കഴിയേണ്ട കാര്യമില്ല. ക്ലോസറ്റിനകത്ത് മഞ്ഞ കറ പോലെയൊക്കെ പിടിച്ച് കിടക്കുകയാണെങ്കിൽ അതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതുകൊണ്ട് ഗ്ലാസിൻ്റെ ഇപ്പോൾ ഒരുപാട് പോയി വ്യത്യാസമുണ്ട് കേട്ടോ. അതിൻ്റെ പ്രിൻ്റൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്, എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തോണ്ട അതിൻ്റെ ആ പേസ്റ്റ് മൊത്തം ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട കവറൊക്കെ കാലിയായി. ഇനിയിപ്പോൾ അത് മൊത്തം നമുക്ക് എടുത്തങ്ങ് മാറ്റിക്കളയാം. അപ്പോൾ ആ വെള്ളമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ വെള്ളം നമുക്ക് വാഷ് ബേസിൻ, സിങ്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുത്താലേ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഒരുപാട് ബലമൊന്നും കൊടുക്കണ്ട, ഇതേപോലെ നല്ലോണം എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല വെട്ടിത്തിളങ്ങും. കാരണം പ്രത്യേകിച്ച് ഈ പേസ്റ്റും ബേക്കിംഗ് പൗഡറൊക്കെ ആകുമ്പോഴത്തേനും നല്ലൊരു വ്യത്യാസം തന്നെ നമുക്കറിയാൻ പറ്റും. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ക്ലോസറ്റ് ആണെങ്കിലും നമ്മൾ തേച്ച് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഫ്ലഷ് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ കറകളെല്ലാം പോയി കിട്ടും. ഇപ്പോൾ വാഷ് ബേസിൻ കഴിയാൻ ശേഷം നോക്കിയാൽ നല്ല വെട്ടിത്തിളങ്ങുന്നില്ല. ഇനിയിപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കറയെല്ലാം പോയി കിട്ടും. അപ്പോൾ ഇതേപോലെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനും കൂടെയാണിത്. അപ്പോൾ അതേപോലെ തന്നെ സിങ്ക്, അതും ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് തേച്ചെടുക്കാം. സോപ്പോ ബ്രഷോ മറ്റേ സ്ക്രബ്ബറോ ഒന്നും തന്നെ വേണ്ട, ഇത് വെച്ചൊന്ന് തേച്ച് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഗ്യാസ് ഊറ്റി വെക്കുന്നിടത്ത് അവിടെയൊക്കെ കറയുണ്ടെങ്കിൽ ഇത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തുടച്ചെടുക്കാനേ ഉള്ളൂ. നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.